ഹായ് ഓൾ, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നടന്ന, അതായത് 17/9/2022 നടന്ന പ്ലസ് ടു പ്രിലിംസ്, തേർഡ് ഫേസ് പ്ലസ് ടു പ്രിലിംസിൻ്റെ ആൻസർ കീ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. നമ്മുടെ ജീവിതത്തിൽ നിന്ന് പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ആരുടെ മരണത്തെക്കുറിച്ചാണ് നെഹ്റുവിൻ്റെ ഈ വാക്കുകൾ? മഹാത്മാഗാന്ധി. ഫ്രഞ്ച് അധിനിവേശ പ്രദേശമായ കാരക്കൽ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കപ്പെട്ട വർഷം 1954. അടുത്തൊരു ക്വസ്റ്റ്യൻ. ആരുടെ അധ്യക്ഷതയിലാണ് മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം പാലക്കാട് വെച്ച് നടന്നത്? ആനി ബസന്റ്. അക്ബറുടെ കാലത്ത് മഹാഭാരത കഥ പൂർണ്ണമായി തയ്യാറാക്കിയ ചിത്രരൂപമേത്? രാസ്നാമ. വിജയനഗര സാമ്രാജ്യത്തിന്റെ പ്രാദേശിക ഭരണമാണ് നായക്. മൺസൂൺ കാലത്തിന്റെ ആരംഭത്തിലോ അവസാനത്തിലോ അറബിക്കടലിൽ രൂപം കൊള്ളുന്ന പ്രതിഭാസമാണ് ചാകര. തെളിഞ്ഞ ദിനാന്തരീക്ഷ സ്ഥിതിയിൽ വളരെ ഉയരങ്ങളിൽ നേർത്ത തൂവൽക്കെട്ടുകൾ പോലെ കാണപ്പെടുന്ന മേഘരൂപം സ്ട്രാറ്റസ്. ആൽപ്സ് പർവ്വതനിര കടന്ന് വടക്കൻ താഴ്വരത്തേക്ക് വീശുന്ന പ്രാദേശിക വാതകമാണ് ഫോൺ. 45 D/10 എന്ന ധരാതലീയ ഭൂപടത്തിന്റെ നമ്പറിൽ ഡി എന്തിനെ സൂചിപ്പിക്കുന്നു? ഡിഗ്രി ഷീറ്റ്. ഉത്തർപ്രദേശിലെ പ്രധാന ആണവോർജ നിലയമാണ് നറോറ. അടുത്ത ചോദ്യം. അറ്റോർണി ജനറലുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ, ഇതിനകത്ത് ഉത്തരം വരുന്നത് 4 മാത്രമാണ്, അതായത് ഓപ്ഷൻ ബി വരും കേട്ടോ. ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് രാജീവ് കുമാർ. നിങ്ങൾ പറയുന്നതിനോട് ഞാൻ വിയോജിക്കുന്നു, പക്ഷേ അത് പറയുവാനുള്ള നിങ്ങളുടെ അവകാശത്തിനായി ഞാൻ മരണം വരെ പോരാടും. ഇതാരുടെ വാക്കുകളാണ്? ഓപ്ഷൻ എ, വോൾട്ടയർ. അടുത്ത ചോദ്യം. ധനബില്ലായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ധനബില്ലായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന 2ഉം 4ഉം. കോപ്ര എന്നതിൻ്റെ പൂർണ്ണ രൂപം ഏത്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ഓപ്ഷൻ സി ആണ് കേട്ടോ വരുന്നത്. ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതാണ്? മൗലിക അവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ 2ഉം 3ഉമാണ് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് വരുന്നത് കേട്ടോ. അടുത്തത്. ഗാർഹിക പീഡന നിരോധന നിയമം പാസാക്കിയ വർഷം 2005. ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ. ഓപ്ഷൻ ഇതിനകത്ത് വരുന്നത് ബി ആണ്. 1ഉം 2ഉം 4ഉം ശരിയാണ് കേട്ടോ. ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തത് 19ാമത്തെ ചോദ്യം. വിവരാവകാശവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി 1ഉം 2ഉം 3ഉം. അടുത്തത്. പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് ഭരണഘടനാ പദവി നിർദ്ദേശിച്ച കമ്മിറ്റി ഏതായിരുന്നു? ഉത്തരം വരുന്നത് ഓപ്ഷൻ PK തുങ്കൻ കമ്മിറ്റിയാണ്. ഓപ്ഷൻ എ ആണ്. ഇന്ത്യയിൽ പണനയം നടപ്പിലാക്കുന്ന സ്വതന്ത്ര അതോറിറ്റി ഏതാണ്? ഉത്തരം വരുന്നത് ഏതാണ്? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഓപ്ഷൻ സി ആണ് വരുന്നത് കേട്ടോ. കമ്മി ബഡ്ജറ്റ് എന്നാൽ എന്ത്? കമ്മി എന്നുള്ള ആ പേരിൽ നിന്ന് തന്നെ നമുക്കതിൻ്റെ ഉത്തരം കിട്ടും. എന്താണ്? വരുമാനത്തേക്കാൾ ചിലവ് കൂടിയ ബഡ്ജറ്റാണ് അല്ലേ? ഇതൊക്കെ നമ്മളുടെ SSCRT 10th സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന പോയിന്റുകളാണ്. അടുത്തതും GSTയും അതുപോലെ തന്നെ നമുക്ക് വന്നിരിക്കുന്ന SCRT ബേസ് ചെയ്തിട്ടാണ്. ഉത്തരം ചരക്ക് വ്യാപന നികുതി ഏത് തരമാണ്? പരോക്ഷ നികുതിയാണ് അല്ലേ? GDP മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം പ്ലസ് NFIA വിദേശത്തു നിന്നുള്ള അറ്റ ഘടക വരുമാനമാണ് മൊത്തം ദേശീയ ഉൽപ്പന്നം, GNP എന്ന് പറയുന്നത്. അടുത്തത്. ആസൂത്രണ കമ്മീഷന്റെ പുതിയ പേരാണ് നീതി ആയോഗ്. AB രക്തഗ്രൂപ്പുള്ള ഒരു വ്യക്തിക്ക് A രക്തഗ്രൂപ്പുള്ള മറ്റൊരു വ്യക്തിക്ക് രക്തദാനം ചെയ്യാൻ കഴിയില്ല. കാരണം A രക്തഗ്രൂപ്പ് വ്യക്തിയുടെ ശരീരത്തിൽ ഡാഷ്. ഇതിനകത്ത് ഉത്തരമായിട്ട് വരുന്നത് എന്താണ്? യെസ്, ബി ആണ്. B എന്ന ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കപ്പെടും എന്നതുകൊണ്ടാണ്. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിൽ ആദ്യത്തെ റബ്ബർ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. എവിടെയാണ്? ഐരാവരത്താണ്. ഇത് എല്ലാവർക്കും അറിയാൻ പറ്റുന്നൊരു ചോദ്യമാണ്. റിപ്പീറ്റഡ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. മത്സ്യങ്ങളുടെ ഹൃദയത്തിൻ്റെ അറകളുടെ എണ്ണം 2. ഇന്ത്യയിൽ CDRI ലക്നൗ നിർമ്മിച്ച സ്ത്രീകൾക്കായുള്ള ഗർഭനിരോധന ഉപാധി ഏതാണ്? സഹേലി.
ജൈവ വൈവിധ്യ മേഖലകളിലെ ഹോട്ട്സ്പോട്ടുകൾ എന്ന ആശയം രൂപകൽപ്പന ചെയ്ത വ്യക്തി ശാസ്ത്രജ്ഞൻ. ഓപ്ഷൻ എ നോർമൻ മേയർ. ഒരു ചില്ലുപാത്രത്തിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ അത് പൊട്ടിപ്പോവാൻ കാരണം ചില്ലുപാത്രത്തിന്റെ താപചാലകത കുറവായതുകൊണ്ട്. അടുത്തത്, ഹൈഡ്രജൻ സ്പെക്ട്രത്തിന്റെ ഏത് ശ്രേണിയാണ് ദൃശ്യപ്രകാശത്തിന്റെ തരംഗദൈർഘ്യത്തിന്റെ പരിധിയിൽ വരുന്നത്? നമുക്കറിയാം, ബാൾമർ ശ്രേണി. അടുത്ത ചോദ്യം, 30 മീറ്റർ ഉയരമുള്ള കെട്ടിടത്തിൽ നിന്ന് 50 ഗ്രാം ഭാരമുള്ള കല്ല് താഴേക്ക് എത്തുമ്പോൾ അതിൻ്റെ പ്രവേഗം ഏകദേശം എത്രയായിരിക്കും? നമുക്ക് അവിടെ പൊട്ടൻഷ്യൽ എനർജി കാണാനുള്ള ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. mgh യൂസ് ചെയ്യുമ്പോൾ മാസ് എത്രയാണ്? 50. ദെൻ 9.8 നമുക്ക് അവിടെ എന്തിട്ട് കൊടുക്കാം? ഗ്രാവിറ്റിയുടെ വാല്യൂ ഇട്ട് കൊടുക്കാം. ഇൻറ്റു 30 ചെയ്താൽ മതി. ഓപ്ഷൻ ബി വരും. നെക്സ്റ്റ് നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ. കാലിയം എന്നത് ഏത് മൂലകത്തിൻ്റെ ലാറ്റിൻ നാമമാണ്? പൊട്ടാസ്യം, കാലിയം അല്ലേ. ഖരപദാർത്ഥങ്ങൾ ചൂടാക്കി നേരിട്ട് വാതകമാറ്റുന്ന പ്രക്രിയ ഉത്പാദനം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വ്യത്യാസമായത് ഏതെന്ന് കണ്ടെത്തുക. ഉത്തരം വരുന്നത് ബ്ലൂ റേ ഡിസ്ക്. ഇന്ത്യൻ റെയിൽവേ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്തിന് ഉദാഹരണമാണ്? വൈഡ് ഏരിയ നെറ്റ്വർക്ക്. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വേൾഡ് വൈഡ് വെബിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? വേൾഡ് വൈഡ് വെബിൻ്റെ ഉപജ്ഞാതാവ് ടീം ബേണേഴ്സ്ലി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഓഫീസ് പാക്കേജിൻ്റെ ഭാഗമായി വരുന്ന ഡേറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് മൈക്രോസോഫ്റ്റ് ആക്സസ്. അടുത്തത്, മറ്റൊരാളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം ഇൻഫർമേഷൻ ടെക്നോളജി ആക്ടിൻ്റെ ഏത് സെക്ഷനിൽ പെടുന്നു? സെക്ഷൻ 66E. താഴെ പറയുന്നവയിൽ കുമാരനാശാനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? ശരിയായിട്ടുള്ള പ്രസ്താവന. മഹാകാവ്യം രചിച്ചിട്ടില്ല. പ്രരോദനം കുമാരനാശാൻ്റെ കൃതിയാണ്. മഗ്ദല മറിയം എന്ന ഖണ്ഡകാവ്യം രചിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഖണ്ഡകാവ്യം വീണപ്പൂവാണ്. ഓപ്ഷൻ ബി. ഓപ്ഷൻ 1ഉം 4ഉമാണ് ഇതിനകത്ത് ശരിയായിട്ട് വന്നിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മലയാളത്തിലുണ്ടായ ആദ്യത്തെ ചെറുകഥ വാസന വികൃതി. ഓപ്ഷൻ സി കേട്ടോ. താഴെ പറയുന്നവയിൽ കഥകളിയുമായി ബന്ധപ്പെട്ട പ്രസ്താവന. ഇതിൽ സംഭാഷണ പ്രധാനമായ സാഹിത്യ രൂപമാണ് അല്ലേ. അപ്പം ബന്ധപ്പെടാത്ത പ്രസ്താവന ഓപ്ഷൻ എ ആണ് വന്നിരിക്കുന്നത്. യെസ്, അടുത്തത്, ഒളിമ്പിക്സ് ചിഹ്നത്തിൽ എത്ര വളയങ്ങളുണ്ട്? അപ്പോൾ നമുക്ക് ഉത്തരം ബി ആണ് കേട്ടോ. 5 വരുന്നത് കേട്ടോ. ഇതിനകത്ത് നമുക്ക് 1, 2, 3, 4 ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഓപ്ഷൻ ബി 5 കേട്ടോ ശരി ഉത്തരം. നമ്മൾ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് ഇട്ടിരിക്കുന്നതാണ് പെട്ടെന്ന് തന്നെ. യെസ്, നോക്കാം. കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ്? കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂരാണ്. ഓപ്ഷൻ ഡി. കുറച്ച് കൺഫ്യൂസിങ് ആണ് ഇങ്ങനെ ഇടുമ്പോൾ നമുക്ക് പെട്ടെന്ന്. അതായത് ഓപ്ഷൻ മേളിലും 1, 2, 3 എന്നുള്ളത് ഇങ്ങനെ കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ ആദ്യത്തെ വൈസ് ചാൻസലറാണ് ഡോക്ടർ PM മുബാറക് പാഷ. അടുത്ത ചോദ്യം, തോമസ് കപ്പ് ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിൻ്റൺ. ഓപ്ഷൻ എ. പറക്കും സിംഗ് എന്നറിയപ്പെടുന്ന മിൽഖ സിംഗ് അന്തരിച്ചത് ഏത് വർഷം? 2021. അപ്പോൾ നമുക്ക് ഓപ്ഷൻ വന്നിരിക്കുന്ന 3 ഓപ്ഷൻ സി ആണ്. അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റാണ്? അമേരിക്കയുടെ എത്രാമത്തെ പ്രസിഡന്റാണ്? ജോ ബൈഡൻ. 2ാമത്തെ. ഓപ്ഷൻ 46 കേട്ടോ. ഓപ്ഷൻ 46ാമത്തെ പ്രസിഡന്റാണ്. ഓപ്ഷൻ എ 2 അതായത് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ളത്. ഇത് നമ്മൾ കൺഫ്യൂസിങ് ആക്കാനായിട്ട് ഇട്ടിരിക്കുന്നതാണ്. 46ാമത്തെ പ്രസിഡന്റാണ്. ഓപ്ഷൻ എ 2 ആണ് ശരി ഉത്തരം. ഓക്കെ, ദെൻ നെക്സ്റ്റ്, 2021 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പി വത്സലയ്ക്കാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരമായിട്ട് വരുന്നത്. നെക്സ്റ്റ്, പ്ലസ് എന്നാൽ ഇൻറ്റു, മൈനസ് എന്നാൽ പ്ലസ്, ഇൻറ്റു എന്നാൽ ഡിവിഷൻ. ഇങ്ങനെയാണ് എങ്കിൽ 5 + 4 - 18 × 3 എന്നുള്ളത് 26 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, 122.992 മൈനസ് ഡാഷ് ഈസ് ഈക്വൽ ടു 57.76 പ്ലസ് 31.1. ഓക്കെ, ഇതിൻ്റെ ഉത്തരം വരുന്നത് എന്താണ്? ഉത്തരം വരുന്നത് 34 ആണ്. 10 സാധനങ്ങളുടെ വാങ്ങിയ വിലയും X സാധനങ്ങളുടെ വിറ്റ വിലയും ഒന്നാണ്. ലാഭം 25% എങ്കിൽ Xൻ്റെ വില എന്ത്? 25. ഒരു ഗോളത്തിൻ്റെ വ്യാസം 6 സെൻറ്റിമീറ്റർ ആയാൽ അതിൻ്റെ വ്യാപ്തം എത്രയാണ്?
ഇതിൻ്റെ ഉത്തരം വരുന്നത് യെസ് 113.04. 15, 24, 35, 48, 63. അടുത്ത സംഖ്യ ഏതായിരിക്കും? 80. 40 പേർക്ക് ശരാശരി ആഴ്ചക്കൂലി 360 രൂപ. മറ്റ് 20 പേർക്ക് ശരാശരി ആഴ്ചക്കൂലി 360 രൂപ. ഈ ചോദ്യം വ്യക്തമല്ല, ഇവിടെ സ്കിപ്പ് ചെയ്യുവാണ്. ഒരമ്മ മകളേക്കാൾ 5 മടങ്ങ് മൂത്തതാണ്. 4 വർഷത്തിന് ശേഷം അവരുടെ വയസ്സിൻ്റെ തുക 44 എങ്കിൽ മകളുടെ ഇപ്പോഴത്തെ വയസ്സ് 6. ഒരു വ്യക്തി തൻ്റെ സ്വത്തിനെ മകൾക്കും മകനും ചാരിറ്റിക്കും നൽകി എങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വത്തിൻ്റെ എത്ര ഭാഗം വീതം ചെയ്തു? ഈ ക്വസ്റ്റ്യനും ക്ലാരിറ്റി ഇല്ല. 2 സംഖ്യകൾ തമ്മിലുള്ള അനുപാതം 5:8 ആണ് എങ്കിൽ അവയുടെ വ്യത്യാസം 48 എങ്കിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ഉത്തരം വരുന്നത് എന്താണ്? 80 ആണ് കേട്ടോ. 80 ആണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ക്ഷമിക്കുക, ഇവിടെ ഒരു മിസ്റ്റേക്ക് വരുന്നുണ്ടെന്ന് തോന്നുന്നു. 15, 14. യെസ് കറക്റ്റാണ്, മിസ്റ്റേക്കില്ല. ശരി, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത്, കൂട്ടുപലിശയിൽ ഒരു തുക 8 വർഷത്തിനുള്ളിൽ ഇരട്ടിയാകുന്നു. എത്ര സമയത്തിനുള്ളിൽ 8 മടങ്ങായിട്ട് മാറും? 24. ഫ്രണ്ട് എന്നത് HUMJTK എന്ന് കോഡ് ചെയ്തിട്ടുണ്ട്. ആ കോഡിൽ മെഴുകുതിരി ക്യാൻഡിൽ എന്നുള്ളത് എങ്ങനെ കോഡ് ചെയ്യാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാം EDRIRL, അതായത് ഓപ്ഷൻ എ. ഒറ്റപ്പെട്ടത് കണ്ടെത്തുക, ഓപ്ഷൻ ഡി. പട്ടാളം, ചിട്ട, സ്നേഹം, കുടുംബം. 6:18:4. അടുത്തത് നമുക്ക് 2 രീതിയിൽ കണ്ടുപിടിക്കാം. 6x3 എന്ന് വരാം, 6x3, 4x4, 16 എന്ന് വരാം. അപ്പോൾ ഇതെനിക്ക് കൺഫ്യൂഷനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതിനകത്ത് 16ഉം 8ഉം വരുന്നുണ്ട് ആൻസർ നോക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒരു ഫോട്ടോയിൽ ഒരു പുരുഷനെ ചൂണ്ടി ഒരു സ്ത്രീ പറഞ്ഞു, അവൻ്റെ സഹോദരൻ്റെ അച്ഛൻ എൻ്റെ മുത്തച്ഛൻ്റെ ഏക മകനാണ്. ഫോട്ടോയിലെ പുരുഷനുമായി സ്ത്രീ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? സഹോദരി. അടുത്തത് 4, 4, 8, 12, 20. അടുത്ത സംഖ്യ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് എന്താണ്? 4, 4, 8, 12, 20. അടുത്തത് 32 കേട്ടോ. അടുത്തത്, രാമൻ വടക്കോട്ട് 40 കിലോമീറ്റർ സഞ്ചരിച്ച ശേഷം വലത്തോട്ട് 50 കിലോമീറ്റർ പോയി. വീണ്ടും വലത്തോട്ട് 30 കിലോമീറ്റർ. അതിനുശേഷം വീണ്ടും വലത്തോട്ട് 50 കിലോമീറ്റർ സഞ്ചരിച്ചുവെങ്കിൽ രാമൻ തുടങ്ങിയ സ്ഥലത്ത് നിന്ന് എത്ര ദൂരത്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? 10. അടുത്തത്, 5 ഔൺസ് 140 ഗ്രാമിന് തുല്യമാണ് എങ്കിൽ 3 പൗണ്ട് മത്സ്യം എത്ര ഗ്രാമിന് തുല്യമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? 1344. ഒരു വാച്ചിൽ 4:30 മണിയായപ്പോൾ വലിയ സൂചി കിഴക്കോട്ടാണെങ്കിൽ ചെറിയ സൂചി ഏത് ദിശയിൽ ആയിരിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്? വടക്ക് കിഴക്ക്. നാളേക്ക് 3 ദിവസം മുൻപ് വെള്ളിയാഴ്ച ആണെങ്കിൽ ഇന്നേക്ക് 3 ദിവസം മുൻപ് ഏത് ദിവസം ആയിരിക്കും? വ്യാഴാഴ്ച. അടുത്തത്, സുമതീസ് പാരൻസ് have visited Taj Mahal. Helen of Troy was considered as the most beautiful woman in the world. I saw a man. The man was standing in front of a gate. Raju wrote a letter, didn't he? Senior officers reached the accident spot to supervise the rescue. Sheba was reading the newspaper. If you had enough money, you could buy a car. Light can pass through glass. The class teacher asked the students why he was late. Book is presented to Smita by her uncle. Smita has got a toothache. Driving, that means careless driving may cause accidents. The synonym of the word shiver, tremble. Find out a compound word, laptop. The antonym of the word crowded is deserted. Lena put forward new ideas about the New Year celebration. Roma stands beside the bed of her mother. The meaning of the idiom Dutch courage, false courage acquired by drinking liquor. A person who believes that the worst will happen, pessimist. The Malayalam equivalent of the proverb, if there is a will, there is a way. വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. വിപരീത പദം കണ്ടെത്തുക. പശ്ചിമം. എന്താണ് പശ്ചിമം? പൂർവം. ഒറ്റപ്പദം, ഗുരുവിൻ്റെ
ഭാവം ഗൗരവം. ചേർത്തെഴുതുക. സ്വാഗതം സ്വാഗതം. സ്ത്രീലിംഗം എഴുതുക. മഹതി. വഴിയാധാരമാവുക എന്ന ശൈലിയുടെ അർത്ഥം ആശ്രയം ഇല്ലാതാക്കുക. സമാന പദം ജനകൻ പിതാവ്. പ്രോസസ് എന്ന പദത്തിൻ്റെ മലയാള പരിഭാഷ നടപടികൾ. ശരിയായ പ്രയോഗം തിരിച്ചറിയുക. അഞ്ജലി. പിരിച്ചെഴുതുക. വിദ്യുത് അധികം ശക്തി. പര്യായ ശബ്ദം ഗജം ആന. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ ഒരു ആൻസർ കീ ഡിസ്കഷനായിട്ടാണ് വന്നിരിക്കുന്നത്. എന്തെങ്കിലും സജഷൻസോ ഒബ്ജക്ഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഒപ്പം തന്നെ നമ്മൾ മലയാളം SSCRTയുടെ 5ാം ക്ലാസ് മുതലുള്ള ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, മധുര മലയാളം. അപ്പോൾ എല്ലാവരും അതൊക്കെ കാണുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച്.